1950കളിൽ കുറച്ച് സയൻറ്റിസ്റ്റ് ചേർന്ന് ഒരു സ്റ്റഡി നടത്തുകയുണ്ടായി. അതായത് നമ്മൾ മനുഷ്യരിൽ പലതരത്തിലുള്ള ക്രേവിങ്സും ഡിസയേഴ്സും ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനുള്ള റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കലായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എലികളെ അവർ പരീക്ഷണ വിധേയരാക്കി. എന്നിട്ട് അതിലൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ അവരങ്ങ് ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് ആ ജീവികളെ അവരുടെ നോർമൽ സിറ്റുവേഷനിൽ ജീവിക്കാൻ അനുവദിച്ചു. അപ്പോൾ അതിൽ നിന്ന് അവർ കണ്ടെത്തിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജീവികൾക്ക് ജീവിക്കാനുള്ളൊരു താല്പര്യം തന്നെ നഷ്ടപ്പെട്ടു. അതായത് ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, അതിൻ്റെ നിത്യജീവിതത്തിൽ അത് ചെയ്യുന്ന ഒരു കാര്യങ്ങളും ചെയ്യാതെ വളരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അത് വിശപ്പും ദാഹം കൊണ്ട് മരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇവർ സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്ത ആ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ പേരാണ് ഡോപ്പമിൻ. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നതും ഈ ഡോപ്പമിനെ കുറിച്ചിട്ടാണ്. കൂടാതെ ഈ ഡോപ്പമിൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എഫക്റ്റീവായിട്ട് ഗുഡ് ഹാബിറ്റ്സ് എങ്ങനെ നമ്മുടെ ലൈഫിൽ ബിൽഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയൊരു എഫക്റ്റീവായൊരു സ്ട്രാറ്റജിയും നമ്മൾ ഇന്നൊരു ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ 1-2 പരീക്ഷണങ്ങളൂടെ ആ സയൻറ്റിസ്റ്റ് നടത്തുകയുണ്ടായി. അപ്പോൾ ആദ്യത്തെ പരീക്ഷണത്തിൽ ഡോപ്പമിൻ്റെ റിലീസിനെ ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലായിരുന്നെങ്കിൽ പിന്നീടുണ്ടായ ഓരോ പരീക്ഷണത്തിലും അതിൻ്റെ റിലീസിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ മാക്സിമം ഡോപ്പമിൻ റിലീസ് ചെയ്യുന്ന തരത്തിലായിരുന്നു എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ അവർ 1-2 കൺക്ലൂഷൻസിൽ എത്തിച്ചേരുകയുണ്ടായി. അതായത് നമ്മളിപ്പോൾ ഏതൊരു ഹാബിറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതെന്ന് പറയുന്നത് ഒരു ഡോപ്പമിൻ ഡ്രിവൺ ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് ലൂപ്പാണെന്ന് പറയാം. അതിപ്പോൾ ഏതൊരു ഹാബിറ്റ് ആയാലും അത് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ഡോപ്പമിൻ റിലീസ് ആവുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ജങ്ക് ഫുഡ് കഴിക്കുക, അതല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുക, ലിക്കർ കഴിക്കുക, വീഡിയോ ഗെയിംസ്, സോഷ്യൽ മീഡിയ മുതലായുള്ള കാര്യങ്ങളിൽ ഹൈ ലെവൽ ഓഫ് ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നതാണ്. എന്നാൽ ഇത് മാത്രമല്ല, നമ്മുടെ നോർമൽ ഹാബിറ്റ്സ്, അതായത് ഇപ്പോൾ ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, സെക്സിൽ ഏർപ്പെടുക, സോഷ്യൽ ഇൻട്രാക്ഷൻ മുതലായുള്ള കാര്യങ്ങളിലും ഡോപ്പമിൻ റിലീസ് ആവുന്നുണ്ട്. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാറ്റഗറിയുടെ അത്രയും ഡോപ്പമിൻ റിലീസ് ആവുന്നില്ല. ഡോപ്പമിൻ എന്നത് നമുക്ക് പ്ലഷർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് മാത്രം റിലീസ് ആവുന്ന ഒന്നാണ് എന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത്. എന്നാൽ അത് മുഴുവനായിട്ട് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു മൊമെൻ്റ് നമ്മൾ മൈൻഡിൽ ഇമാജിൻ ചെയ്താലും ഈ ഡോപ്പമിൻ അവിടെ റിലീസ് ആവുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ലോട്ടറി എടുക്കുന്നവരെ കണ്ടിട്ടില്ലേ? അപ്പോൾ ഇവരെല്ലാവർക്കും ലോട്ടറി അടിച്ചിട്ടല്ലോ അവർ വീണ്ടും വീണ്ടും ലോട്ടറി എടുക്കുന്നത്. ഒരു നാൾ ലോട്ടറി അടിക്കും. അങ്ങനെ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ കോടീശ്വരനാകും. അങ്ങനെ കോടീശ്വരനായി കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരും, ഞാൻ റിച്ച് ആവും. പിന്നെ വരുന്ന ഒരു ലക്ഷറി ലൈഫിനെ കുറിച്ചിട്ട് ഓർത്ത് ആ ഒരു ഫീലിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു ലോട്ടറി എടുക്കുന്നത്. അതായത് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഡിസയർ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ റിലീസാവുന്ന ഡോപ്പമിനാണ്. ഇനി വേറെ ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ യാത്രകൾ പോകാറില്ലേ? ഇപ്പോൾ പണ്ട് സ്കൂളിൽ നിന്ന് എത്ര തവണ യാത്രകൾ പോയിട്ടുണ്ടാവും. തലേ ദിവസമൊന്നും കിടന്നു കഴിഞ്ഞാൽ ഉറക്കം പോലും വരാറില്ലല്ലോ. കാരണം നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, നാളെ പോയിട്ട് അങ്ങനെ ചെയ്യും, നാളെ പോയിട്ട് ഇങ്ങനെ ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ട് ഉറങ്ങുക പോലുമില്ല. അലാറം അടിക്കുന്നതിന് മുമ്പ് നമ്മൾ ചാടി അടിക്കും. കാരണം നമ്മളിങ്ങനെ ചിന്തിച്ച് കൂട്ടുകയാണ്. അതായത് നാളെ അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ആക്ച്വലി ഇവിടെ നടക്കുന്നത് നമുക്കൊരു റിവാർഡ് സിസ്റ്റം ഉണ്ടല്ലോ. അതായത് നമ്മുടെ ഒരു ഹാബിറ്റ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഒരു റിവാർഡ് അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ആ ഒരു ഹാബിറ്റ് സൈക്കിൾ അവിടെ കംപ്ലീറ്റ് ആവുന്നുള്ളൂ എന്ന് നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ കണ്ടതാണ്. എന്നാൽ ഈ റിവാർഡ് സിസ്റ്റം തന്നെയാണ് നമ്മൾ ആ ഒരു മൊമെൻറ്റിനെ കുറിച്ച് നമ്മൾ മൈൻഡിൽ ഇമാജിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുമ്പോഴും അവിടെ ആക്ടിവേറ്റ് ആവുന്നത്. അവിടെ ഒരു വ്യത്യാസമില്ല. സോ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു ഡിസയർ ഉണ്ട്. ആ ഒരു ഡിസയറാണ് നമ്മളെ ഓരോ ആക്ഷൻസ് എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഈ ഡിസയർ യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ആക്ഷൻസ് മാത്രം ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി പറയുന്നത് ടെംപ്റ്റേഷൻ ബണ്ടിലിംഗ് എന്നാണ്. നമുക്കൊരു ഉദാഹരണം നോക്കാം. അതിന് വേണ്ടിയിട്ട് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു ചായക്കട ഇമാജിൻ ചെയ്യുക. അതായത് മുമ്പ് ആൾക്കാർ ചായക്കടയിൽ പോകുന്നതിന് 2 ഉദ്ദേശമുണ്ട്. ഒന്നാമത്തെ ഉദ്ദേശം ചായ കുടിക്കുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കാം. അതായത് രാഷ്ട്രീയം പറയാം, പരദൂഷണം പറയാം, കുറ്റം പറയാം. അതായത് നമുക്ക് ആ ഒരു നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഒരു ഐഡിയ നമുക്ക് ആ ഒരു ചർച്ചയിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ കിട്ടും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ കാണാൻ പോകുന്നത് ആ ഒരു കടക്കാരൻ്റെ റോളാണ്. അതായത് കടക്കാരനെ സംബന്ധിച്ച് അവിടെ ചായക്കടയിലെ ചർച്ച വിജയിപ്പിച്ചോളുന്നൊന്നും ഇതില്ലല്ലോ. പക്ഷേ ആൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ പൊടിക്കൈകളൊക്കെ ആഡ് ചെയ്യുകയും ചെയ്യും. കാരണം ആൾക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കച്ചവടം നടക്കണം. അതായത് ചർച്ച ഗംഭീരമാകും തോറും അല്ലെങ്കിൽ ചർച്ചയിൽ ആൾ കൂടും തോറും അവിടെ വിറ്റ് പോകുന്ന ചായയുടെ എണ്ണവും കൂടും. സോ പുള്ളിയുടെ മേശപ്പുറത്ത് വീഴുന്ന പൈസയുടെ എണ്ണവും കൂടും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ആൾക്ക് വേണ്ടത് അവിടെ കച്ചവടം നടക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ആ ചർച്ച വിജയിപ്പിക്കാൻ വേണ്ട കുറച്ച് പൊടിപ്പും അങ്ങനെയൊക്കെ കടക്കാരൻ കയ്യിൽ നിന്ന് ഇടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ശീലമാക്കണം എന്ന് വിചാരിക്കുക.
അതിന് നിങ്ങൾക്ക് ഓൾറെഡി ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യമായിട്ട് നമുക്ക് കമ്പൈൻ ചെയ്യാൻ സാധിക്കും. ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് ഫോണിൽ തോണ്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഫോണിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെംപ്റ്റേഷൻ വരികയാണെന്ന് വിചാരിക്കുക. എന്നാൽ നിങ്ങൾക്ക് കുറച്ച് സമയം വർക്കൗട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളിതിൽ ആദ്യം സെലക്ട് ചെയ്യും. ഫോണാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല. കാരണം വർക്കൗട്ടിൻ്റെ കാര്യം മറന്നേക്കും, നിങ്ങൾ ചെയ്യില്ല, ഫോണിൽ സ്ക്രോൾ ചെയ്തിരിക്കുകയുള്ളൂ. എന്നാൽ നിങ്ങൾ വേണ്ട രീതിയിൽ ഇതിനൊന്ന് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്കൗട്ട് നടന്നു പോകും, ഫോൺ യൂസ് ചെയ്യാനും പറ്റും. എങ്ങനെയെന്നല്ലേ? സിമ്പിളാണ്. ഞാനിവിടെ സ്ക്രീനിൽ ഒരു ഫോർമാറ്റ് കാണിക്കാം. അതിൽ ഞാൻ കറൻറ്റ് ഹാബിറ്റ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ദ ഹാബിറ്റ് ഐ നീഡ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഹാബിറ്റ് ഐ വാണ്ട് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ കേസിലാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു റൂട്ടീൻ, അതായത് ഇപ്പോൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യുകയാണ് ഒരു 30 മിനിറ്റിലേക്ക്. ആ ഒരു 30 മിനിറ്റ് വർക്കൗട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഒരു 10 മിനിറ്റ് ഫോൺ യൂസ് ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ എഴുതി വെക്കുകയാണ്. ഞാൻ എഴുതി വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും എനിക്ക് ആദ്യം ഫോൺ യൂസ് ചെയ്യാൻ തോന്നുക. അപ്പോൾ ഞാൻ വിചാരിക്കും വേണ്ട, ഒരു അരമണിക്കൂറല്ലേ വർക്കൗട്ട് ചെയ്തേക്കാം, വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 10 മിനിറ്റ് ഫോൺ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അവിടെ വർക്കൗട്ട് നടന്നു, ഫോൺ യൂസ് ചെയ്യാനും പറ്റി, കാര്യം സോൾവ്ഡ്. ഇനി ഇത് മനസ്സിലായെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ടൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മൾ പിള്ളേരെയൊക്കെ അടുത്ത് പറയില്ലേ, നീ ആ പരീക്ഷയ്ക്ക് പാസ്സാവുകയാണെങ്കിൽ നിനക്ക് സൈക്കിൾ മേടിച്ചു തരാം, അല്ലെങ്കിൽ നീ അത് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുപോകാം, പാർക്കിൽ കൊണ്ടുപോകാം, ബീച്ചിൽ കൊണ്ടുപോകാം, അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അത്രേ ഉള്ളൂ. അതായത് അവർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ, അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഓഫർ ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യിക്കില്ലേ, അത്രേ ഉള്ളൂ പരിപാടി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും അത്രേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആയിരുന്നു, പറഞ്ഞ കാര്യങ്ങൾ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇത്രയും സമയം ഈ വീഡിയോയ്ക്ക് വേണ്ടി ഇവിടെ സ്പെൻഡ് ചെയ്തതിന് നന്ദി. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ബൈ.